Hello students, welcome to lesson 5.06 in professional business skills. The topic for this class will be digital marketing channels. Digital marketing channel എന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കും? ലക്ഷക്കണക്കിന് വെബ്സൈറ്റ്സ് നിലവിലുണ്ട്. ഒരേ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള പല മാനുഫാക്ചറേഴ്സിന്റെ പല വെബ്സൈറ്റുകൾ നിലവിലുണ്ട്. കോടിക്കണക്കിന് വെബ്സൈറ്റിൽ ഇപ്പോൾ പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള അഡ്വർടൈസേഴ്സും നമ്മൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ കൊടുക്കുന്നു. ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ എവിടെയെല്ലാം നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ പരസ്യം അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്ലേസ് ചെയ്താലാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആകുക എന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ പല ടെലിവിഷൻ ചാനലുകളുണ്ടല്ലേ, മനോരമ വിഷൻ, മനോരമ ന്യൂസ്, ഇങ്ങനെയുള്ള മാതൃഭൂമി ന്യൂസ്, രാജ് തക്ക്, NDTV, സി ന്യൂസ്, ഇങ്ങനെ സ്റ്റാർ, ഇങ്ങനെ ആയിരക്കണക്കിന് ചാനലുകളാണുള്ളത്. ഏത് ചാനൽ ഉപയോഗിച്ചാലാണ് നമ്മളുടെ പരസ്യം കൂടുതൽ ഫലപ്രദമായി വ്യൂവേഴ്സിലേക്ക് എത്തുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് നമ്മൾ ടെലിവിഷൻ ചാനൽസ് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചാനൽസ് ചൂസ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയും എന്ന് പറയും പോലെ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെ പ്ലേസ് ചെയ്താലാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് മാത്രമായിരിക്കാം. ഏത് ഡിജിറ്റൽ ചാനലിൽ പ്ലേസ് ചെയ്താലാണ് നമ്മൾക്ക് കസ്റ്റമറായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന ഒരു തീരുമാനം എടുക്കുന്നതിനാണ് നമ്മൾ ഡിജിറ്റൽ ചാനൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ചാനൽസ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് വരുന്നത്. ആദ്യത്തേത് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിന്റെ രൂപവും ഘടനയും സ്ട്രക്ചറും കണ്ടന്റും നമ്മൾ ചില പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തിയാൽ ഏതെങ്കിലും ഒരു യൂസർ അല്ലെങ്കിൽ വ്യൂവർ അല്ലെങ്കിൽ കൺസ്യൂമർ അയാൾക്ക് വേണ്ട കാര്യം തിരക്കി ഒരു ഇൻപുട്ട് ഒരു സെർച്ച് എഞ്ചിന് കൊടുക്കുമ്പോൾ, സെർച്ച് എഞ്ചിൻ ഗൂഗിളിലെ ഒരു സെർച്ച് എഞ്ചിനാണ്, ഒരു സെർച്ച് എഞ്ചിനിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആദ്യം ചാടി അയാളുടെ മുന്നിലെത്തും. ഇതിനുതകുന്ന രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റിന്റെയോ നമ്മളുടെ പരസ്യത്തിന്റെയോ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിന്റെയോ രൂപവും ഘടനയും കണ്ടന്റും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലാണ് ഒരു സെർച്ച് എഞ്ചിന് നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ, സെർച്ച് എഞ്ചിന് നമ്മളല്ല കൺസ്യൂമർ കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആദ്യം യൂസർക്ക് കിട്ടണം. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ യൂസർക്ക് കിട്ടുന്ന രീതിയിൽ സെർച്ച് എഞ്ചിന് മനസ്സിലാകും. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സെർച്ച് എഞ്ചിൻ ആദ്യം പിടിക്കുന്ന രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ, അത് വെബ്സൈറ്റ് ആകാം, പരസ്യമാകാം, മറ്റെന്തുമാകാം, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ആദ്യം സെർച്ച് എഞ്ചിനിൽ യൂസർ ഈ കമാൻഡ് കൊടുക്കുമ്പോൾ, സെർച്ച് എഞ്ചിനിൽ യൂസർ സെർച്ച് വേർഡ് കൊടുക്കുമ്പോൾ, സെർച്ച് വേർഡ് ചിലപ്പോൾ റണ്ണിങ് ഷൂസ് ആകാം, അല്ലെങ്കിൽ 350cc മോട്ടോർ സൈക്കിൾസ് ആകാം. ഇങ്ങനെ ഒരു കമാൻഡ് ഒരു യൂസർ കൊടുക്കുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോൾ റോയൽ എൻഫീൽഡ് ആണെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഹോണ്ട ആണെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ, എൻ്റെ വെബ്സൈറ്റ്, എൻ്റെ ചിത്രങ്ങൾ, എൻ്റെ പരസ്യങ്ങൾ ആദ്യം യൂസറുടെ മുന്നിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ക്രമപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിന് അനുകൂലമായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ഓപ്റ്റിമൈസ് ചെയ്യുക, നമ്മൾ ക്രമപ്പെടുത്തുക, അതിനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ യൂസേഴ്സ് ഇത്രയും കാലം സെർച്ച് ചെയ്ത വാക്കുകൾ മനസ്സിലാക്കി എടുത്തിട്ട് ആ വാക്കുകൾ നമ്മളുടെ പരസ്യത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. പരമാവധി കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കയറ്റിയിടുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ സെർച്ച് എഞ്ചിൻ പല ലക്ഷക്കണക്കിന് സൈറ്റുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഏറ്റവും അധികം നമ്മളുടെ പരസ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നുണ്ടെങ്കിൽ അത് ടോപ്പ് റിസൾട്ട് ആയിട്ട് വരും. അതല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് എഞ്ചിൻ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അതിനെ ചൂസ് ചെയ്ത് അത് ആദ്യമേ എടുത്തിടും. അപ്പൊ ഇങ്ങനെയെല്ലാമാണ് നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്റ്റിമൈസ് ചെയ്ത് ഒരു സെർച്ച് എഞ്ചിന് ആദ്യത്തെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പുഷ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. പല രീതിയിൽ നമ്മൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ പല സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളും, ഫേസ്ബുക്ക് മുതൽ ബാക്കി കാണുന്ന സർവ്വ ബ്ലോഗിലും വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാമിലും കംപ്ലീറ്റ് ന്യൂസിലും നമ്മളുടെ കമ്പനിയെ കുറിച്ചോ നമ്മളുടെ ഉൽപ്പന്നത്തെ കുറിച്ചോ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഉൽപ്പന്നത്തെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ സെർച്ച് എഞ്ചിന് ഒരു കമാൻഡ് ഒരു യൂസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവഗണിച്ചിട്ട് അത് എടുത്തു പോകാൻ സാധിക്കില്ല സെർച്ച് എഞ്ചിന്. അതുപോലെ തന്നെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എവിടെയെന്നുള്ളതും കൂടെ സെർച്ച് എഞ്ചിന്റെ ഒരു പാരാമീറ്റർ ആയിരിക്കും.
ഇപ്പൊ സെർച്ച് എഞ്ചിൻ അത് എടുക്കുന്നു, യൂസർക്ക് അത് പുഷ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റിനെ, നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ, നമ്മളുടെ അഡ്വർടൈസ്മെന്റിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനിലേക്ക് ഈ ക്വറി കിട്ടുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ രീതിയിൽ നമ്മളുടെ വെബ്സൈറ്റിനെയോ നമ്മുടെ കമ്മ്യൂണിക്കേഷനെയോ നമ്മളുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസിനെയോ നമ്മൾ ക്രമപ്പെടുത്തുന്നതിന് നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നു. സെർച്ച് എഞ്ചിന്റെ റാങ്കിങ്ങിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കാൻ നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്സും, നമ്മൾ എടുക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷനിൽ വരുന്നു. രണ്ടാമത്തേതായിട്ട് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിങ്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷനിൽ അധികം പേയ്മെന്റ് വരുന്നില്ല. നമ്മൾ നമ്മളുടെ തന്നെ വെബ്സൈറ്റിനെയും നമ്മളുടെ കമ്മ്യൂണിക്കേഷനെയും പല സ്ഥലത്തും പല രീതിയിലും പ്രൊമോട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത് വഴി സെർച്ച് എഞ്ചിന് നമ്മളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. സെർച്ച് എഞ്ചിന് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. സെർച്ച് എഞ്ചിന് നമ്മളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിന്റെ റിസൾട്ടിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിലധികം പേയ്മെന്റ് ഇല്ലേ. നമ്മൾ നമ്മളുടെ വെബ്സൈറ്റിനെ തന്നെ എവിടെയെല്ലാം പ്ലേസ് ചെയ്യണം തീരുമാനിക്കുന്നു. നമ്മൾ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഏറ്റവും അധികം സെർച്ച് എഞ്ചിനിൽ ആളുകൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് കൊണ്ടുപോയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട വേർഡ്സ് കൊണ്ടുപോയി നമ്മളുടെ വെബ്സൈറ്റിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലും ഇടുന്നു. അങ്ങനെ വരുമ്പോൾ സെർച്ച് എഞ്ചിൻ നമ്മളെ എടുക്കാൻ നിർബന്ധിതമാകും. ഇതാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. അടുത്തത് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിങ്. അതായത് നമ്മൾ ചില സെർച്ച് എഞ്ചിനുകളിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് നമ്മളുടെ വെബ്സൈറ്റ് വരുന്നതിന് നമ്മൾ പേ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം, റിലയൻസ് ജിയോ റീചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത് റീചാർജ് ക്യൂബ് എന്ന് പറയുന്ന ആളുടെ ഒരു ലിങ്കാണ്. പലപ്പോഴും നമുക്ക് അതിശയം തോന്നും. എനിക്ക് പല സമയത്തും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. റിലയൻസ് ജിയോ റീചാർജ് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ഗൂഗിളിൽ കൊടുക്കുമ്പോൾ ആദ്യം വരുന്നത് റീചാർജ് ക്യൂബ് എന്ന് പറയുന്ന ഒരു സെല്ലറുടെ ഒരു സൈറ്റിലേക്കാണ് പോകുന്നത്. റിലയൻസ് ജിയോ എന്ന് പറയുന്ന സൈറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഒരു 3-4 തവണ താഴെയാണ് വരുന്നത്. അപ്പൊ റീചാർജ് ക്യൂബ് എന്ന് പറയുന്ന ആള് ഗൂഗിളിന് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. റിലയൻസ് ജിയോ റീചാർജ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്റെ വെബ്സൈറ്റ് കയറി വരണം. പെയ്ഡ് ആണ്, പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് അവിടെ കയറി വരുന്നത്. ഇതിനാണ് ഗൂഗിൾ ആഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ആഡ് വേർഡ്സിൽ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലയൻസ് ജിയോ റീചാർജിന് എന്നുള്ള വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും റിലയൻസ് ജിയോ റീചാർജ് എന്ന് പറഞ്ഞ വേർഡ്സ് സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ വരുന്നത് റീചാർജ് ക്യൂബ് എന്ന് പറയുന്ന സൈറ്റിലേക്കാണ്. പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ആഡ്വേർഡ്സ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഈ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര തവണ റിലയൻസ് ജിയോ റീചാർജിൽ റീചാർജ് ക്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് റീചാർജ് ക്യൂബുകാരൻ ഗൂഗിളിന് പണം കൊടുക്കും. ഇതിനാണ് പേ പെർ ക്ലിക്ക് എന്ന് പറയും. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഒരു പർട്ടിക്കുലർ സെർച്ച് വേർഡ് ആരെങ്കിലും കൊടുത്താൽ എൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുന്നതിന് ഞാൻ ഓരോ യൂസറും അത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പേയ്മെന്റ് തന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് ആയിട്ട് വരും. അതിന് അതാണ് അഗ്രിമെന്റ്. ഫസ്റ്റ് ആയിട്ട് വരുന്നതിന് എത്രയാണ് പേയ്മെന്റ്? ഫസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവരും അത് ക്ലിക്ക് ചെയ്തോളന്നില്ലേ. ഞാൻ ആദ്യത്തെ 4-5 തവണ ക്ലിക്ക് ചെയ്തു, പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാതെ പോയി. ഫസ്റ്റ് ആയിട്ട് വരുന്നവർ അത് കാണുമ്പോൾ എത്ര പേര് അതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഓരോ ക്ലിക്കിനും ഞാൻ പണം കൊടുക്കുന്നു. ഇതിനാണ് നമ്മൾ പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഗൂഗിൾ ആഡ്വേർഡ്സ് ആണ്. പേയ്മെന്റ് ചെയ്യുന്നത് വഴി ഏതെങ്കിലും ഒരു യൂസർ, ഒരു ഡിജിറ്റൽ യൂസർ ഒരു പർട്ടിക്കുലർ വേർഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ആദ്യമേ കയറി വരണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സെർച്ച് എഞ്ചിൻകാരന് പൈസ കൊടുക്കുന്നു, അതായത് ഗൂഗിളിന് പണം കൊടുക്കുന്നു. ഇതാണ് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞതാണ് ഗൂഗിൾ ആഡ്വേർഡ്സ് ആണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ റീചാർജ് ക്യൂബിന് വേണ്ടിയിട്ട് റിലയൻസ് ജിയോ റീചാർജ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ, ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും റീചാർജ് ക്യൂബാണ് കയറി വരുന്നത് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. അടുത്തത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇന്ന് വളരെ സർവ്വസാധാരണയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ നമ്മൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നു. കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യേണ്ട ആളുകൾ ആരൊക്കെയാണ്, ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവിടെ നമ്മളുടെ ബ്രാൻഡ് പ്ലേസ് ചെയ്യുന്നു. ആളുകൾക്ക് അത് വായിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് കാണാനുള്ള അവസരം ഒരുക്കുന്നത് വഴി നമ്മൾക്ക് അവരുടെ താല്പര്യത്തിന്റെ അളവ് മനസ്സിലാക്കി അതിനനുസരിച്ച് വീണ്ടും അവരോട് സംസാരിച്ച് നമുക്ക് സെയിൽസിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിശ്രമം.
ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുക, കസ്റ്റമറുടെ താല്പര്യത്തിന്റെ അളവ് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ച് ഏതെല്ലാം സോഷ്യൽ മീഡിയയിലാണ്, ഇപ്പോൾ ട്രാവലേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാകും, ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാകും, കോളേജ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ ഏത് ഗ്രൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവിടെ പരസ്യം ചെയ്യുക. പരസ്യത്തിൽ കാണുന്നവർ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് അംഗങ്ങൾ, സോഷ്യൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രകടിപ്പിക്കുന്ന താല്പര്യം അനുസരിച്ച് അവരെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യുക, അവരുടെ ആവശ്യം മനസ്സിലാക്കുക. അവരായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴാണ് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവർക്ക് സെയിൽസ് നടത്തുക, അവരെ നമ്മളുടെ കസ്റ്റമറായി മാറ്റുക. ഇതിനാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ വേറെ പല ടെക്നിക്കുകളുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് അവരുടെ എല്ലാ മീഡിയയിലും വരുന്ന അപ്ഡേറ്റ്സ്, വരും. ഫേസ്ബുക്കിൽ അപ്ഡേറ്റുകൾ വരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റുകൾ വരുന്നു. ഇവര് അംഗങ്ങളായിരിക്കുന്ന വേർഡ് പ്രസ് അങ്ങനെയുള്ള ബ്ലോഗുകളിലൊക്കെ അപ്ഡേറ്റുകൾ വരുന്നു. ആയിരക്കണക്കിന് ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് എല്ലാത്തിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് ഒന്നിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വരുന്ന ഒരു സംവിധാനമാണ് RSS ഫീഡ്സ് എന്ന് പറയുന്നത്. റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ. RSS ഫീഡ്സ് എന്ന് പറഞ്ഞാൽ റിയലി സിമ്പിൾ സിൻഡിക്കേഷൻ. നമ്മൾ ഇതിൽ എൻറോൾ ചെയ്യുന്നത് വഴി നമ്മളുടെ എല്ലാ മീഡിയയിലുമുള്ള നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും സംഭവിക്കുന്ന അപ്ഡേറ്റുകൾ നമുക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് കിട്ടുന്നു. കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ അഡ്വർടൈസ് ചെയ്താൽ മതി. RSS ഫീഡ്സിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, എല്ലാ അപ്ഡേറ്റുകളും വരുമ്പോൾ കൃത്യമായിട്ട് ഒരു കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മളുടെ സൈറ്റ് പ്രൊമോട്ട് ചെയ്താൽ മതി. നമ്മളുടെ സൈറ്റിൽ എന്ത് അപ്ഡേറ്റ് വരുന്നോ അത് RSS ഫീഡിലേക്ക് എത്തുന്നു, ഒരു കസ്റ്റമറുടെ RSS ഫീഡിലേക്ക് എത്തുന്നു. നമ്മൾ ഈ RSS ഫീഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സൈറ്റുകളും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് വഴി നമ്മൾ എപ്പോൾ നമ്മൾ അപ്ഡേഷൻസ് നടത്തുന്നു അപ്പോഴെല്ലാം കസ്റ്റമറുടെ RSS ഫീഡിലേക്ക് അപ്ഡേഷൻ കിട്ടുന്നു. RSS ഫീഡ് മറ്റൊന്നുമല്ല, ഒരു കസ്റ്റമർ ഏതെല്ലാം ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കുന്നു ആ ഗ്രൂപ്പുകളിലെല്ലാം നടക്കുന്ന എല്ലാ അപ്ഡേറ്റ്സും അയാൾക്ക് ഒന്നിച്ച് കിട്ടാനുള്ള സംവിധാനത്തിനെയാണ് RSS ഫീഡ് എന്ന് പറയുന്നത്. അപ്പൊ RSS ഫീഡിൽ അംഗമായിരിക്കുന്ന എല്ലാ സൈറ്റുകളിലും നമ്മൾ പോയി അഡ്വർടൈസ് ചെയ്യുക. നമ്മൾ എവിടെയൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേഷൻ നടത്തുന്നു അതെല്ലാം കസ്റ്റമർക്ക് ഒന്നിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. അതല്ലെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചാനൽസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ പുതിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒന്നാണ്. ഈ പ്രസന്റ് ചെയ്യുന്നത് കസ്റ്റമർ കാണുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മറ്റൊന്നാണ്. അപ്പൊ നമ്മൾ ബ്ലോഗിൽ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ബ്ലോഗിൽ പുതിയ കാര്യങ്ങൾ ഇടുന്നു, നമ്മൾ പുതിയ ട്വീറ്റുകൾ ചെയ്യുന്നു, നമ്മൾ പുതിയ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ പിക്സ് ഇടുന്നു, സ്റ്റോറീസ് ഇടുന്നു, ഫീഡ്സ് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ യൂസറുടെ മൈൻഡിൽ നമ്മൾ കയറി പറ്റുന്നു. തുടർച്ചയായിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി നമ്മൾ യൂസറുടെ മൈൻഡിൽ കയറി പറ്റുന്നു. അതേസമയം നമ്മൾക്ക് RSS ഫീഡ് പോലുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ അപ്ഡേറ്റ്സും ഒന്നിച്ച് യൂസർക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം കൂടെ നിലവിൽ വരുന്നു. എങ്ങനെ വന്നാലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറുടെ മനസ്സിൽ കയറി പറ്റുക, കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആരാണ് നമ്മുടെ കസ്റ്റമർ എന്ന് മനസ്സിലാക്കി, അയാളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അയാൾക്ക് വേണ്ട ഉൽപ്പന്നം അയാളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി നൽകി അയാളെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റുക. ഇതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ? അത് വിവിധ മീഡിയകളാകാം. നമ്മൾ ഈ പറയുന്ന എല്ലാ മീഡിയകളും സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്, അല്ലെ? ഇൻസ്റ്റാഗ്രാം മുതൽ ട്വിറ്റർ മുതൽ കോറ മുതൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇതെല്ലാം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പെടും. ഇവിടെയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ പ്രസൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവഴി നമുക്ക് കസ്റ്റമറായിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷന് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ അംഗമായില്ലെങ്കിലും ഒരു ഗ്രൂപ്പിലും അംഗമല്ലാത്ത ആളുകൾ പോലും സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷന് വിധേയമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യമില്ല, നെറ്റിൽ സെർച്ച് ചെയ്താൽ ആദ്യത്തെ റിസൾട്ട് നമ്മളുടെ വെബ്സൈറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയ മെത്തേഡ്. രണ്ടാമത്തേത് സോഷ്യൽ മീഡിയയിൽ അംഗങ്ങളായവരാണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ മെമ്പേഴ്സാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയയിൽ മെമ്പേഴ്സ് ആയിരിക്കില്ല, ചില മീഡിയയിൽ മാത്രമാണ് മെമ്പേഴ്സ്. ഏതൊക്കെ മീഡിയയിൽ മെമ്പേഴ്സ് ആയ ആരൊക്കെയാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ അങ്ങനെ, ലേഡീസ് ആണെങ്കിൽ അങ്ങനെ, അതിൽ ഒരു പ്രത്യേക അസുഖം ബാധിച്ച വ്യക്തികളാണെങ്കിൽ അങ്ങനെ, ഒരു പ്രത്യേക പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ശീലിച്ച വ്യക്തികളാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് റിലവന്റ് ആണെങ്കിൽ അതിൽ നമ്മൾ പരസ്യം ചെയ്ത്
അവരെ നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് ആകർഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് സംസാരിച്ച് അവരെ നമ്മുടെ കസ്റ്റമറായി കൺവേർട്ട് ചെയ്യുക. ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽ, ഡിഫൈൻഡ് ആയിട്ടുള്ള കസ്റ്റമർ ഗ്രൂപ്പുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അവരോട് നമ്മൾക്ക് നേരിട്ട് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് അവരായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഒക്കെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമുക്ക് പേഴ്സണലായിട്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ബൈ നൗ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ നമ്മൾക്ക് താല്പര്യമുള്ള, സ്പോർട്സിൽ താല്പര്യമുള്ള ഒരാൾക്ക്, അത്ലറ്റിക്സ് താല്പര്യമുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആകുന്നത് വഴി ആ ഗ്രൂപ്പിൽ സ്പോർട്സ് ഗുഡ്സ് പരസ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഒരു ക്ലിക്കിലൂടെ, ഒരു സെർച്ചിലൂടെ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി മുഴുവൻ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് എടുക്കുന്നു. അയാൾ ഏത് പ്രൈസ് പോയിന്റിൽ വാങ്ങാൻ സാധ്യതയുള്ള ആളാണെന്ന് അയാളുടെ ഇതിനു മുൻപുള്ള പർച്ചേസ് നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മൾ കണക്കിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾക്ക് വേണ്ട പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നു. ഒരു വലിയ ലെവൽ ഓഫ് ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതൊരു പേഴ്സണൽ ഇന്ററാക്ഷൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെ പോസിബിൾ ആകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പറ്റിയ എക്സാമ്പിൾസ് ആണ് നമ്മൾ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ക്വോറ, ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ സൈറ്റ്സ്. എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനുള്ള ബെസ്റ്റ് ചാനൽസിൽ ഒന്നാണ് ഈ പറയുന്ന ഓരോ എക്സാമ്പിളും. അപ്പൊ ഇത് മൂന്നുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ചാനൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തേത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, രണ്ടാമത്തേത് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസിംഗ്, മൂന്നാമത്തേത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യകത എന്താണ്, നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യകത എന്താണെന്ന് അടുത്ത 2 ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കും. Until we meet up for that, goodbye and thanks.